ഒരു കയറ്റം നമ്മൾ കയറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും വെച്ചിട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കിടക്കുന്ന നോർമൽ മോഡലല്ലേ? ഇപ്പോൾ കിടക്കുന്ന നോർമൽ മോഡ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും വെച്ച് നോർമൽ മോഡിൽ എങ്ങനെ പോകുമെന്ന് നോക്കാം. പോട്ടെ. നോർമൽ നമ്മൾ ഈ കയറ്റം കയറുകയാണ്. വണ്ടി നിന്ന് പോകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. അതായത് ഓല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് മുമ്പോട്ടായാലും ഇലക്ട്രിക് വണ്ടിയിലോട്ട് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വെറുത്താണോ? അതേപോലെ ഓല ഈയിടെയായിട്ട് നമുക്ക് ഒരുപാട് ഓലയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ അതേപോലെ ചീത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ വണ്ടി എടുത്തിട്ട് എൻ്റെ സുഹൃത്താണ്, സന്തോഷമാണ്. ഇദ്ദേഹം ഈ വണ്ടി എടുത്തിട്ട് 4 മാസത്തോളം അല്ലേ? 4 മാസത്തോളം ഈ വണ്ടിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് കയറ്റം കയറുന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും വെച്ച് കയറ്റം കയറുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിനുണ്ടായ പോരായ്മകൾ എന്താണ്, അതേപോലെ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിൽ യൂസ്ഡ് കാർസിൻ്റെ യൂസ്ഡ് ബൈക്സിൻ്റെ വീഡിയോസൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് അതുകൊണ്ട് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. സന്തോഷമാണ്, വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊക്കെ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. നമ്മൾ എൻ്റെ 10-15 വർഷത്തോളം ഒരു സൗഹൃദമാണ്. നമ്മൾ പണ്ട് ചെറുതിലോട്ട് അറിയുന്ന ഒരാളാണ്. അപ്പം സന്തോഷമാണ്. എങ്ങനെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് അല്ലെങ്കിൽ ഓലയിലോട്ട് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതായത് എനിക്ക് പണ്ട് മുതലേ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അടുത്ത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വേറൊരു പഴയ വണ്ടി എടുത്തിട്ടുണ്ട്. അതെ അങ്ങനെയാണ് ഞാൻ ആദ്യം റോമ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത്. പക്ഷെ ആ സ്കൂട്ടർ കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ആഗ്രഹത്തോടെ എടുത്തു. പക്ഷെ അത് 60 കിലോമീറ്റർ മൈലേജ് പറഞ്ഞു. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 25-30 ഇടയ്ക്കാണ്. അത് വൈഫാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. പിന്നെ സാഹചര്യവശാൽ അത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1 വർഷം വരെയൊക്കെ ഉപയോഗിച്ചു. വൈഫിന് വണ്ടി ഒന്ന് ഓടിച്ച് പഠിക്കാനൊക്കെ അത് ഉപകരിച്ചു. അത് കഴിഞ്ഞിട്ട് അത് വിൽക്കേണ്ടി വന്നു. പക്ഷെ അതൊട്ടും നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു വണ്ടി. ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനി ഇറക്കുമ്പം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ബ്രാൻഡഡ് കമ്പനി ബജാജിൻ്റെയും കണ്ടിറക്കിയായിരുന്നു. ബജാജ് TVSിലേക്ക് ഇറക്കിയതിലും ഈ പറഞ്ഞ അത്രയും റേഞ്ചൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ നോക്കിയത് ഇത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരുന്നു. ആദ്യം ബുക്ക് ചെയ്തത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കാര്യം നമ്മൾ 2 പേര് തിരുവനന്തപുരം വരെ പോയി വരേണ്ടതുണ്ട്. അപ്പം നമുക്ക് തിരുവനന്തപുരം വരെ പോയി വരുമ്പോൾ ഏകദേശം 80 കിലോമീറ്റർ ആവും അപ്പ് ആൻഡ് ഡൗൺ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാളുടെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു, പ്രദീപ് ഓൺ വീൽസ് എന്ന് പറഞ്ഞു. അങ്ങനെ പരാമർശിക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ അയാളുടെ റിവ്യൂവിൽ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓല ആദ്യത്തെ ഡെലിവറി ചെയ്തൊരു വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരു റിവ്യൂ ആയിരുന്നു. റേഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിച്ചത്. അപ്പോഴത്തേക്കും 98 കിലോമീറ്ററേ അയാൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ ടെൻസ്ഡായി. കാര്യം എന്ന് പറഞ്ഞാൽ 2 പേര് വരുന്നു. കാര്യം വൈഫിന് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്. എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇലക്ട്രിക് വണ്ടിയാണ്. തലവേദന, നേരത്തെ ഒരു തലവേദനയൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് കാരണം എനിക്കൊരു ടെൻഷനായിരുന്നു. പെട്ടെന്ന് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേക്കും ഞാൻ അടച്ച പൈസ അതുപോലെ റീഫണ്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മുടെ വീടിനടുത്ത് ഒരാൾ വണ്ടി എടുത്തത് കണ്ട് പുള്ളിയുടെ അടുത്ത് ഓല എടുത്തു. അപ്പോൾ ഞാൻ ഓടിപ്പോയി ചോദിച്ചു എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു 145. 135 അല്ലേ ഓല പറയുന്നുള്ളൂ. ചേട്ടൻ എങ്ങനെ 145? അതല്ല, പുള്ളി സിംഗിൾ റൈഡറാണ്. സിംഗിളായിട്ടാണ്, ഒരാൾ മാത്രമാണ് എപ്പോഴും പുള്ളി കിട്ടുന്നുണ്ട്. പുള്ളി പതുക്കെ പോകുന്ന ആളാണ്. ഒരു 40 കിലോമീറ്റർ റേഞ്ചിൽ 145 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴും പുള്ളി അത് തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പിന്നെ ഒന്നും വിചാരിച്ചില്ല, നേരെ വണ്ടി വീണ്ടും ബുക്ക് ചെയ്ത് എനിക്ക് 1 മാസത്തിനകത്ത് വണ്ടി. വേറെ കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ നോക്കിയിട്ടില്ലായിരുന്നു മുമ്പേ? ഇപ്പോൾ കുറേ വേറെ വരുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ ഞാൻ കുറേ നോക്കിയതിൽ എനിക്ക് ഏറ്റവും നല്ല വണ്ടിയായിട്ട് തോന്നിയത് ഇതാണ്. ഓരോരുത്തർക്കും പിന്നെ ഒന്ന് ഫീച്ചർ ഒരുപാടുണ്ട്. ഫീച്ചറിനെക്കാളും എനിക്ക് വണ്ടിയുടെ മോട്ടറും ബാറ്ററി കപ്പാസിറ്റി പെർഫോമൻസും ഒക്കെ ഇതാണ് നല്ലതായിട്ട് തോന്നുന്നത്. നമ്മുടെ ഇതിന്റെ ചാർജിങ് ഒക്കെ എത്ര സമയം എടുക്കുന്നുണ്ട്? ചാർജ് ചെയ്യാനായിട്ട് 6 മണിക്കൂർ എടുക്കുന്നതെന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാര്യം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, രാത്രി കുത്തിയിടുന്നു, കിടന്നുറങ്ങുന്നു. കറണ്ട് ബില്ല് എത്ര വേരിയേഷൻ വരുന്നുണ്ട് മുമ്പ്? കറണ്ട് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല. എന്നാലും മുന്നത്തെ മാസത്തിനേക്കാളും ഒരു 800 രൂപയുടെ വ്യത്യാസം വന്നായിരുന്നു. അപ്പോഴത്തേക്കും ചാർജിങ് തുടങ്ങിയ ശേഷം ഒരു 700 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. 2 മാസത്തെ ബില്ല് വന്നപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് 5000 കിലോമീറ്റർ ഓടിയായിരുന്നു. 2 മാസം പെട്രോൾ അടിക്കാൻ എത്ര രൂപ വരും അല്ലേ? 5000 അടുപ്പിച്ചോടി. ഒരു 4000 കഴിഞ്ഞ്. ഇപ്പം എല്ലാം എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? ഇപ്പം ഏകദേശം 8500 ആയി കിട്ടും. 8500 ഉണ്ടായി. ഇതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നോ? അല്ല, ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അപ്ഡേറ്റ് വന്നു.
അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റിന് ഞാൻ ഇങ്ങനെ എത്ര അപ്ഡേറ്റ് കിട്ടിയോ എല്ലാം കൂടെ? 2 അപ്ഡേറ്റ് കിട്ടി. അതെ. ഫസ്റ്റ് അപ്ഡേറ്റിൽ എന്തായിരുന്നു? അല്ല, ആദ്യത്തെ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്ഡേറ്റിന് വേണ്ടി. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഓല ചാമ്പ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇത്ര ഓട്ടോ ഒക്കെ ഉണ്ട്, അത് കാരണം നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീബൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് റീബൂട്ട് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യത്തെ അപ്ഡേറ്റ് വരുമ്പോൾ റീബൂട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ ആദ്യം വളരെ ആകാംക്ഷയോടെയാണ് ആദ്യത്തെ അപ്ഡേറ്റ് എടുത്തത്. ആദ്യത്തെ അപ്ഡേറ്റ് എടുത്തപ്പോഴത്തേക്കും പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജറിന് ഒരു പ്രശ്നമുണ്ട്. ചാർജർ പ്രോപ്പറായിട്ട് ചാർജ് കയറത്തില്ലായിരുന്നു. അത് നമ്മൾ കുത്തിയിട്ടിട്ട് രാത്രി ചാർജ് കുത്തിയിട്ടിട്ട് ആണ് സാധാരണ ഉറങ്ങുന്നത്. പക്ഷെ ഇത് ചാർജ് കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങും, രാവിലെ ആകുമ്പോൾ ചാർജ് കയറത്തില്ല. അങ്ങനെ, അതായത് അല്ല അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആ അപ്ഡേറ്റ് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂവ് OS 2 വന്നപ്പോഴത്തേക്കും അത് പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മൊബൈലിൽ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം ഇതിലേക്ക് കയറുന്നുണ്ടോ എന്നുള്ളത്. മൊബൈലിൽ കാണിക്കും. അപ്പം അത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫീച്ചറായിരുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മൂന്നാമത്തെ അപ്ഡേറ്റിൽ ക്ലിയർ ആയി. ഒന്നാമത്തെ അപ്ഡേറ്റിൽ പ്രശ്നം ഉണ്ടായത്, 2 അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. 2 അപ്ഡേറ്റേ വന്നിട്ടുള്ളൂ. ഇതിന്റെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയോ? സർവീസ് ഒക്കെ എങ്ങനെ ഇതുവരെ, അതായത് ഓല ചാമ്പ്യൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിനകത്ത് വിളിച്ചിട്ട് നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. 2 ദിവസത്തിനകത്ത് അവർ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇതുവരെയും കംപ്ലൈന്റ് വന്നിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട്. നമ്മളിപ്പോൾ വേറെ കാര്യം കേൾക്കുന്നുണ്ട്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാർജ് പെടുന്ന ഡൗൺ ആയി പോയി 0 കാണിക്കുന്നത്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് വന്ന പ്രശ്നം ഇതാണ്, ചാർജിങ് പ്രശ്നം വന്നത്. അങ്ങനെ അല്ലാതെ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് വഴിയിൽ ഇറങ്ങി, ഞാനും വൈഫും. പിന്നെ ഇത് ഓണാവുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ടെൻസ്ഡായി. പെട്ടെന്ന് ഞാൻ സ്വിച്ച് എല്ലാം വെച്ചപ്പോൾ ഇതൊക്കെ ഒന്നും ഓണാവുന്നില്ല. ടെൻസ്ഡായി. പെട്ടെന്ന് തന്നെ ഞാൻ ഓല ചാമ്പ്യനെ വിളിച്ചപ്പോൾ പുള്ളി പറയുന്നത്, എന്തിന് ഒറ്റ മൂല്യമേ ഉള്ളൂ, റീബൂട്ട് ചെയ്യാന്നാണ് പുള്ളി പറയുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഓണായിട്ട് റീബൂട്ട് ചെയ്യാനല്ലേ അറിയത്തുള്ളൂ. ഓണായിട്ടതിന് ശേഷമാണ് അതായത് റിവേഴ്സ് ബട്ടണും പവർ ബട്ടണും കൂടെ ഞെക്കി പിടിക്കുമ്പോഴത്തേക്കും റീബൂട്ട് ആവും. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഓണല്ല, പിന്നെ എങ്ങനെ? പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ആ ബട്ടൺ തന്നെ അങ്ങ് ഞെക്കി പിടിച്ചോളാൻ പറഞ്ഞു. കുറേ നേരം ഞെക്കി പിടിച്ചു, ഓണായില്ല. അപ്പം നമ്മൾ ഈ വണ്ടി അങ്ങ് ഒതുക്കി വെച്ചു. അത് ഒരു 6:30 ആയിരിക്കും. അപ്പം ഒതുക്കി വെച്ചിട്ട് നമ്മൾ അടുത്ത് വണ്ടി പിടിക്കാം, അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ റീബൂട്ടായി വരുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് ചില സമയത്ത് ബൂട്ട് ക്ലോസ്ഡ് ആണെങ്കിലും ബൂട്ട് ഓപ്പൺ എന്ന് കാണിക്കും, സ്ക്രീനിൽ കാണിക്കും. പിന്നെ നമുക്കപ്പം ബൂട്ട് ഓപ്പൺ ഞെക്കിയാലും ബൂട്ട് ഓപ്പൺ ആവത്തില്ല. അപ്പം പിന്നെ അത് വന്നിട്ട് ഈ മൊബൈലിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈലിൽ ബൂട്ട് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആവും. അതുകൊണ്ട് അത് പ്രശ്നമില്ല. അല്ലാതെ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡ് തട്ടി എടുക്കുമ്പോഴത്തേക്കും ചില സമയത്ത് ഇങ്ങനെ ഹാൻഡിൽ 1-2 തവണ അങ്ങനെ വന്നിട്ടുള്ളൂ. ഹാൻഡിൽ ലോക്ക് ഓപ്പൺ ആയി വന്നിട്ടില്ല. അത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഓഫ് ചെയ്ത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ വിഷയമൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും? ഇല്ല, വിഷയമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാർജിങ് നമുക്ക് കറക്റ്റ് എത്ര, ഇപ്പം അത് നമ്മൾ മറ്റേ ആളുടെ കാര്യം അപ്പം അണ്ണൻ എത്ര കിട്ടുന്നുണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാർജ് എന്ന് പറയുമ്പോൾ? ഞാനും 2 പേരാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എനിക്ക് തന്നെ ഏകദേശം ഒരു 85-90 കിലോ ഉണ്ട്. പിന്നെ വൈഫും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ആണ് പോയി വരുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു റേഞ്ച് എന്നുള്ള കണക്ക് നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ പോയി വരുമ്പം ഏകദേശം 85 മുതൽ 90 കിലോമീറ്റർ വരെ ആകലുണ്ട്. പിന്നെ മിച്ചം 90 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 30-35 ഒക്കെ മിച്ചം നിൽക്കാൻ. 2 പേര് പോയിട്ടും മിച്ചം ബാക്കിയുണ്ട്. ഈ 35 എന്നുള്ളത് നമ്മൾ അധികം പ്രതീക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 35 എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എക്കോ മോഡിലോട്ട് പോകുന്നതാണ് പറഞ്ഞത്. അത് കാരണം ഞാൻ 30 താഴെ പോല് കുറവാണ്. എനിക്ക് ടെൻഷൻ ഉള്ളത് കാരണം വൈഫും കൂടെ ഉള്ളപ്പം എക്സ്പെഷ്യലി. ഞാൻ പുള്ളിക്കാരത്തേക്ക് ആദ്യം ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു, ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ പൈസ വേസ്റ്റ് ആക്കുന്നതാണെന്നുള്ളൊരു അഭിപ്രായം കൂടിയാണ്. ഇപ്പോഴങ്ങനെ ഉണ്ട്? ഇപ്പം ഇത്ര നാളായിട്ട് എങ്ങനെയാണ്? ഇപ്പം പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ താല്പര്യമുണ്ട്, പക്ഷെ തുറന്നു പറയില്ല. അല്ല, ഇപ്പം അണ്ണൻ എങ്ങനെ തോന്നി ഇപ്പം ഈ മുമ്പ് പെട്രോൾ വണ്ടി ഉപയോഗിച്ചിരുന്നത് തമ്മിൽ എങ്ങനെയുണ്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്? എനിക്ക് വന്നിട്ട് യാത്രയ്ക്കൊക്കെ സുഖമായിട്ടാണ് തോന്നുന്നത്. ഇതിന് ഇവിടെയും മോണോ സസ്പെൻഷനാണ്, അതുപോലെ തന്നെ ബാക്കിൽ ഒരു ഹൊറിസോണ്ടൽ സസ്പെൻഷനാണ്. അതുകൊണ്ട് ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സസ്പെൻഷനെല്ലാം നല്ല വർക്ക് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ റൈഡിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്കും സീറ്റ് ചെറുതാണ്. അത് കാരണം നമുക്ക്
എന്നാലും രണ്ടുപേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. കയറ്റം കയറുമ്പോൾ നമുക്ക് നോക്കാം. അതായത് ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു കയറ്റം കയറിയിട്ടില്ല. വിളപ്പിശാല പോകുന്ന വഴിക്കൊക്കെ ഒരു നല്ല കുത്തുകയറ്റമുണ്ട്, ഒരു വളവും കയറ്റവുമായിട്ട് ഒരു നല്ല മലയാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് പോകുന്ന സ്ഥലത്തൊരു നല്ല കയറ്റമുണ്ട്. വട്ടിയൂർക്കാവ് പോളിയിലോട്ട് കയറുന്ന പാപ്പാട് ലൈൻ കയറുന്ന സ്ഥലത്ത് ഒരു നല്ല കയറ്റമുണ്ട്. ആ കയറ്റമൊക്കെ നമ്മൾ രണ്ടുപേരും ഇരുന്ന് കയറി പോകുന്നുണ്ട്. ഈ പാപ്പാട് ലൈനിൽ കയറിയത് മാത്രം നമ്മൾ സ്പോർട്സ് മോഡിലാണ് കയറിപ്പോയത്. പക്ഷേ ഈ വിളപ്പിശാലയുള്ള കയറ്റത്തിൽ നോർമൽ മോഡിൽ കയറി വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു സെക്കൻഡ് ഗിയറിലൊക്കെയാണ് അത് എനിക്ക് തോന്നുന്നു കയറ്റം കയറുന്നത് ബൈക്കിൽ. അതായത് പാഷൻ പ്രോയുടെ കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കയറുന്നത്. അതിൽ നോർമൽ മോഡിൽ കയറി നമ്മൾ നല്ല കയറ്റത്തിൽ നിന്ന് നിർത്തി എടുത്ത് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, എടുത്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ആവശ്യത്തിനിത്, അതായത് എന്റെ റൂട്ടിൽ വരുന്ന കയറ്റങ്ങൾക്കൊന്നും ഒരു തടസ്സം, ഒരു പ്രശ്നമില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വണ്ടി എടുക്കുമ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് കൂടെ കഴിയുമ്പോഴേ ആ ഒരു അവസ്ഥയിലോട്ട് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരിക്കും. കാര്യം എന്നാൽ ഇപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ഇരുന്നതിന് ശേഷം ഡയൽ പാഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഡയൽ പാഡിൽ പാസ്വേഡ് അടിക്കണം. അതിപ്പോൾ അതൊരു ഡിലേ ആണ്. നമ്മൾ കീ ഇട്ട് സ്റ്റാർട്ട് ആക്കുന്നതിനേക്കാളും ടൈം എടുക്കും. അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ ഓണാക്കി ആപ്പ് എടുത്ത് ഓണാക്കണം. അപ്പോൾ രണ്ടാണെങ്കിലും ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ ആദ്യം ഒരു പരിസ്ഥിതി കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു വരുമ്പോൾ വണ്ടി ഓൺ ആവുന്നു എന്നാണ്. അതായത് നമ്മൾ ബ്ലൂടൂത്ത് റേഞ്ച് വരുമ്പം, നമ്മുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് റേഞ്ച് വരുമ്പോൾ ഓൺ ആവുന്നു, ഹായ് സന്തോഷം എന്ന് പറഞ്ഞ് ഓൺ ആക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കേട്ടത്. അങ്ങനെയല്ല ഇപ്പം. അതായത് ഹൈപ്പർ ചാർജിങ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. അടുത്ത അപ്ഡേറ്റിലാണ് ഹൈപ്പർ ചാർജിങ്ങും വരുന്നെന്ന് പറയുന്നത്. അല്ലല്ല, അത് ഗണ്ണുണ്ട് അവരുടെ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പമ്പുകളിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് എനിക്ക് തോന്നിയത്, എനിക്ക് ടെൻഷൻ ആക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വീഡിയോസ് എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. ഉപയോഗിക്കുന്നവരാണോ ഈ വീഡിയോസ് ഇടുന്നതെന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്നവരെക്കാട്ടിലും വേറെ ആൾക്കാരാണ് സ്വന്തമായി. അതായത് 140 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. പക്ഷെ അതിൽ ഇത്രയും നെഗറ്റീവ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതേപോലെ ചാർജ് ട്രെയിൻ ആവുന്നു, ചാർജ് അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം സർവീസ് അവർ അങ്ങനെ പറഞ്ഞത് കാരണം എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നില്ലാത്ത കാരണം ഞാൻ ആരെ വിളിച്ചിട്ടില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ സർവീസ്, അല്ല വേറെ പീരിയഡിക്കൽ സർവീസ് ഒന്നും ഇല്ല. ഇല്ല, പീരിയഡിക്കൽ സർവീസ് ഒന്നും ചെയ്യണ്ട. ഇല്ല, പീരിയോഡിക്കൽ സർവീസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പം അങ്ങനെ സാറ്റിസ്ഫൈഡ് ആണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ? മൊത്തത്തിൽ പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധിക്ക് ഞാൻ നെറ്റിലൊക്കെ മനസ്സിലാക്കിയെടുത്തോളം ഓലയാണ് ഇപ്പോൾ ഉള്ളതിലും വെച്ച് ഏറ്റവും നല്ല ഇലക്ട്രിക് സ്കൂട്ടർ. ഹെഡ്ലൈറ്റിന്റെ വെട്ടം അങ്ങനെ ഉണ്ട് രാത്രി? നമ്മൾ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല വെട്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഡിം ലൈറ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പ്രകാശമാണ്. പിന്നെ ബുദ്ധിമുട്ട് ചോദിച്ച കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ സ്വിച്ചുകളുടെ പ്ലേസ്മെന്റ് ബുദ്ധിമുട്ടാണ് നമുക്ക്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോണിന്റെ പ്ലേസ്മെന്റ് അതൊന്നും നമുക്ക് ആക്സസബിൾ അല്ല. പെട്ടെന്ന് നമുക്കൊരു ഹോൺ അടിക്കേണ്ടി വന്നാൽ നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്നാൽ തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഹോൺ അടിക്കല്, ഇൻഡിക്കേറ്റർ ഇടല്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കാര്യം നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബാക്കി പക്ഷേ അതെ ബാക്കിയൊക്കെ നമ്മൾ അതൊന്ന് സഹകരിക്കണം. അതായത് ഒരു സ്റ്റാർട്ടപ്പ് പോലത്തെ ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ പ്രൊഡക്ഷൻ ചെയ്ത് അവർ ഇമ്പോർട്ട് തന്നെ എക്സ്പോർട്ട് തന്നെ ചെയ്യുമെന്നാണ് ചെയ്യൂന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇത് ഇന്ത്യൻ പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് രണ്ടു പ്രാവശ്യം നമുക്ക് കയറ്റം കയറി നോക്കാം. എവിടെ കയറ്റമുണ്ട്, നമുക്ക് അതിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു കയറ്റം നമ്മൾ കയറ്റിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും വെച്ചിട്ട് കയറുകയാണ്. നമ്മൾ കിടക്കുന്ന നോർമൽ മോഡലല്ലേ? ഇപ്പോൾ കിടക്കുന്ന നോർമൽ മോഡ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും വെച്ച് നോർമൽ മോഡിൽ എങ്ങനെ പോകുന്ന നോക്കാം. പോട്ടെ, നോർമൽ നമ്മൾ ഈ കയറ്റം കയറുകയാണ്. ഓക്കെ, ഇപ്പൊ നിന്നു. ഓക്കെ, നോർമൽ മാറ്റ്. സ്പോർട്സ് മോഡ് കയറുന്നത് സ്പോർട്സ് മോഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഹൈപ്പർ ഓട്ടോമാറ്റിക് ആയതാണോ? ഹൈപ്പർ പക്ഷേ രണ്ടു വെച്ച് കയറിയില്ല. നല്ല അത്യാവശ്യം വലിയ ഹൈറ്റ് ആണ്. ഓക്കെ, ഒരു കാര്യം നോക്കേണ്ടത് ഈ കയറ്റം കയറി വരുമ്പം എല്ലാരും പറയുന്ന ചൂടാവുന്നുണ്ട്. ഞാനത് ചൂടാവണമെന്ന് നോക്കിയിട്ടില്ല. ഓക്കെ, ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ്. വലിയ ചൂടായിട്ടില്ല. അല്ല, കുറെ നേരം ഹൈപ്പറിൽ പോയാൽ ചൂടാവുമെന്ന് പറയുന്നു. ഞാൻ വണ്ടി നിന്ന് പോകുന്ന പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു ഹൈറ്റാണ് കയറിയത്.
നമ്മൾ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ രാത്രിയായി. നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങിയതാണ്. നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി പോയി. അപ്പം സന്തോഷമാണ്. അപ്പം എന്തായാലും വീഡിയോയിൽ സഹകരിച്ച് ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ എനിക്കും എന്തെങ്കിലും കുറച്ച് കാര്യം പറയാൻ പറ്റിയത് നന്നായി. കാര്യം ഓലയുടെ ഒരു ഫാനും കൂടിയാണ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജെന്യുവിനാണ്. എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.